ഹലോ, ഫൈനലി ഞങ്ങളുടെ കൊടൈക്കനാൽ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂംസും അതേപോലെ തന്നെ റിസോർട്ടും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു. ലൈക്ക് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ഡു വിസിറ്റ് ദിസ് റിസോർട്ട്. ഇത് അടിപൊളിയാണ്. എന്താ പറയുക, ഭയങ്കര നല്ല സർവീസ്, അതേപോലെ തന്നെ ഭയങ്കര കിടിലൊരു ആംബിയൻസ്, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഉദ്ദേശം ഈ ട്രിപ്പിൻ്റെ എന്ന് പറയുന്നത് ജസ്റ്റ് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാം, അതേപോലെ തന്നെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി കുറേ തവണ കൊടൈക്കനാൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്ഥലങ്ങൾ കാണാം എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ മെയിൻലി നമ്മൾ ഈ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തു, അതേപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി അവിടെ ചെന്നിട്ട്. ഈ റിസോർട്ട് അടിപൊളിയാണ്, കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഈ കാണുന്ന ഓരോ ബിൽഡിങ്സും ലൈക്ക് ഓരോ കാറ്റഗറി ഓഫ് റൂംസാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വെളിയിലേക്കുള്ള ഒരു വ്യൂ ആണിത്. ഓരോ ബിൽഡിങ്ങും ലൈക്ക് ഒരെണ്ണം സ്യൂട്ട് റൂം, ഒരു ബിൽഡിംഗ് സ്റ്റാൻഡേർഡ് റൂംസ്, ഇനിയൊരു ബിൽഡിംഗ് ഡീലക്സ് റൂംസ്, അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഓരോ കാറ്റഗറി ഓഫ് റൂംസാണ്. പിന്നെ അവർക്ക് മെയിൻലി 2 റെസ്റ്റോറൻറ്റ്സ് ആൻഡ് 1 ബാറാണുള്ളത്. അതിലൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു, സർവീസും ഒക്കെ നല്ലതായിരുന്നു. ഇതാണ് ഇനിയൊരു റെസ്റ്റോറൻറ്റ്. നേരത്തെ കണ്ടത് റെസ്റ്റോറൻ്റ് ആയിരുന്നു ഓപ്പൺ ഞങ്ങൾ ചെന്നപ്പോൾ. ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല, ഓപ്പൺ അല്ല ഇൻ ദ സെൻസ് ഫങ്ഷനിങ് അല്ല ഇപ്പോൾ കറൻ്റ്ലി. പക്ഷേ നല്ല വൈബൊക്കെ ഉള്ളൊരു എന്താ പറയുക റെസ്റ്റോറൻ്റാണ് കേട്ടോ. റിസോർട്ടായാലും ഈ റിസോർട്ടിൽ ഓരോ സ്ഥലത്ത് പോയിരിക്കുമ്പോഴും ഒരു പ്രത്യേക ഫീലാണ്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഒരു വോളിൽ നിറയെ ഇങ്ങനെ ഫുൾ ഒരു ക്ലൈംബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലുണ്ടായ ഒരു പൂവായിരുന്നു. അതിനെ ചുമ്മാ കണ്ടപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്തേ. അതിനുശേഷം ഞങ്ങളതേ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് അടിക്കാൻ വേണ്ടി പോയ റൂട്ടിലെ കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത്. റോഡൊക്കെ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഇത് അൽത്തഫ് കഫേയിലാണ് ഞങ്ങൾ പോയത്. അത്യാവശ്യം നല്ല ഫേമസ് ആണ് കൊടൈക്കനാലിൽ. അവിടെ പോയുള്ള പ്രശ്നം എന്ന് പറയുന്നത് നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. പക്ഷേ ആ തിരക്ക് കണ്ട് നിങ്ങൾ തിരിച്ചു പോകരുത്, കാരണം ടേബിൾ പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടേബിൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയമൊന്നും നമുക്ക് ബോറടിയോ അല്ലെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയറായി നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞങ്ങൾ പാസ്ത, പിസ്സ, പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കൊള്ളായിരുന്നു, അത് നല്ലതായിരുന്നു. പക്ഷേ പിസ്സയും പാസ്തയും ലൈക്ക് കുറച്ച് ഓക്കെ അത്രേ പറയാനുള്ളൂ. ഇത് അതിൻ്റെ ഒരു നിയർ ബൈ ഷോപ്പിൽ ഞാൻ ചുമ്മാ കയറിയപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ ചുമ്മാ ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ, വീഡിയോയിൽ ഇടാൻ വേണ്ടി ക്യാപ്ചർ ചെയ്തതായിരുന്നില്ല. പക്ഷേ പിന്നെ ഇപ്പം എടുത്ത് നോക്കുമ്പോൾ കൊള്ളാൻ തോന്നിയാണ്ട ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു. ആ ബ്ലോക്കിൽ ഇങ്ങനെ വിചാരിച്ച് എവിടെ പോവാം ഇനി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ മോഡീസ് കഫേക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് കയറി. അടിപൊളി ഡിസിഷനായിരുന്നു, നല്ല അടിപൊളി. ഞങ്ങൾ ട്രൈ ചെയ്ത സാധനങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം എനിക്കൊന്നൊരു 5-6 ഐറ്റം മേടിച്ച് ട്രൈ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. കേക്ക്സ് ട്രൈ ചെയ്തു, അതേപോലെ തന്നെ ഐസ്ക്രീം ട്രൈ ചെയ്തു. കേക്ക് തന്നെ പല കേക്ക്സ് ട്രൈ ചെയ്തു കേട്ടോ. ഈ ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക്, പിന്നെ സ്ട്രോബെറിയും ചോക്ലേറ്റും ആയിട്ടുള്ളത്, ട്രഷ്ലെഷസ്, അതേപോലെ തന്നെ വേറെയും പിന്നെ ഐസ്ക്രീംസ് ട്രൈ ചെയ്തു. ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഓരോ സാധനങ്ങളും, എന്നിട്ട് റിവ്യൂ പറയാണ്. ലൈക്ക് എല്ലാവർക്കും അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അതാണ് എല്ലാവരുടെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ. ഇനിയിപ്പോൾ അതേ അടുത്തത് മീര ട്രൈ ചെയ്ത് നോക്കുകയാണ്. ലൈക്ക് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്ത സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ട്രൈ ചെയ്ത സാധനങ്ങളെല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ളതായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഞങ്ങളവിടെ വീണ്ടും പോയി. ഇത് ആക്ച്വലി ഞങ്ങൾ മോഡീസിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ പോയി. കുറച്ച് നേരത്തെ എത്തി, കാരണം റിസോർട്ടിൽ ഓൾറെഡി കുറച്ച് ഇൻഡോർ ഗെയിംസും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ റിസോർട്ട് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ പരിപാടിയൊക്കെ നേരത്തെ ക്ലിയറാക്കി ഞങ്ങൾ റിസോർട്ടിൽ നേരത്തെ എത്തിയതാണ്. ഫ്രഷായി നമ്മൾ യൂണോക്കെ കളിച്ചു. എന്നിട്ട് നേരെ നമ്മൾ ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഈ ക്യാമ്പ് ഫയറിന് തൊട്ട് മുന്നേ ആയിരുന്നു ഈ റിസോർട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിരുന്ന കുറച്ച് ഗെയിംസ്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആ സമയം നമ്മൾ അവിടെ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പോയി. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു,
പക്ഷേ കുഴപ്പമില്ല, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും മാറുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം എന്താണ് എല്ലാം യൂസ് ചെയ്യാൻ ഉള്ള സമയവും ഒക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് വാസ് ഗുഡ്. ഫുഡ് നല്ലതായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും കൊള്ളായിരുന്നു. നെക്സ്റ്റ് ഡേയും ഞാൻ പറഞ്ഞില്ലേ മോഡീസിൽ പോയിരുന്നു എന്ന്, അത് ചെക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും മോഡീസിൽ പോയി വീണ്ടും കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.